ഇതൊക്കെ ഇത്രയും സിമ്പിൾ ആയിരുന്നോ എന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും ചിന്തിക്കും. മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. മൈദ ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലൊക്കെ വെച്ച മുട്ടയാണെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇളം മധുരം മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഹൈ സ്പീഡിൽ ഒരു 45 സെക്കൻഡോളം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തോളൂ. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലോ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലോ സ്പീഡിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റേർഡ് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 1/2 കപ്പ് പാൽ നമ്മൾ എപ്പോഴും ഡയറക്റ്റായിട്ട് മുഴുവൻ ചേർക്കുന്നതിന് പകരം പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഗോതമ്പ് പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. കേക്ക് ടിൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്ത് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുത്തതാണ്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ചൂടാക്കിക്കോളൂ. അതിനുശേഷം വേണം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ. ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 40 മുതൽ 45 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് കിട്ടിക്കോളും. നോക്കിയത് നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബട്ടർ പേപ്പർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എണ്ണ തടവിയിട്ട് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കസ്റ്റേർഡിൻ്റെ ഫ്ലേവറും നല്ല പോലെ തന്നെ വരും. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ കസ്റ്റേർഡ് പൗഡറിന് പകരം മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തോളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. മൈദയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ കിട്ടിക്കോളും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.